യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹമാണ് പദ്മാസനയിൽ ഇരിക്കുക എന്നുള്ളത്, അല്ലേ? പദ്മം എന്നാൽ താമര, താമര പോലെ ഇരിക്കുക എന്നാണ് ലോട്ടസ് പോസ് അല്ലെങ്കിൽ പദ്മാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടേറെ ഗുണങ്ങളുള്ള പദ്മാസനം എങ്ങനെ ഇരിക്കാം, എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പദ്മാസനയിലേക്ക് ഇരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 3 എളുപ്പ വഴികളാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി നമ്മൾക്ക് ഭദ്രാസനയിൽ, അതായത് നിങ്ങളുടെ കാൽപാദങ്ങൾ കൂട്ടിവെക്കുക, കാൽപാദങ്ങളിൽ കൈകൾ കൊണ്ട് പിടിച്ച് നിങ്ങളുടെ തൈസ് നന്നായി ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ബട്ടർഫ്ലൈ ഫ്ലാപ്പിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫ്ലോറിൽ നിങ്ങളുടെ തൈസ് മുട്ടുന്ന രീതിയിൽ, ആ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ മാർഗം. എല്ലാ ദിവസവും ഈ ബട്ടർഫ്ലൈ ഫ്ലാപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ അടുത്ത ഒരു രീതിയാണ്, നിങ്ങളൊരു കാല് നീട്ടി വയ്ക്കൂ, അടുത്ത കാലെടുത്ത് നീട്ടി വെച്ചിരിക്കുന്ന കാലിൻ്റെ തുടയിലേക്ക് കയറ്റി വയ്ക്കുക. നിങ്ങളുടെ കൈകൾ കെട്ടിവെക്കുക. അതിനുശേഷം നിങ്ങളുടെ തൈസ് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒട്ടും ഫ്ലാപ്പ് ആവുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഈ കൈ ഉപയോഗിച്ച് ആദ്യം തന്നെ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറുവശവും ചെയ്യാം. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ എളുപ്പവഴി. ഇനി അടുത്തത് മൂന്നാമത്തെ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ പദ്മാസന വജ്രാസന കോമ്പിനേഷനാണ്. നിങ്ങളുടെ ഒരു കാൽ, വലത് കാൽ വജ്രാസനയിൽ വെക്കുമ്പോൾ ഇടത് കാൽ പദ്മാസനയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഇടത് കാൽ വജ്രാസനയിൽ വെക്കുമ്പോൾ വലത് കാൽ പദ്മാസനയിലേക്ക് കൊണ്ടുവരിക. അത് കൈ പിടിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. വജ്രാസന പദ്മാസന കോമ്പിനേഷൻ. ഇനി ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞു തരാം. നോക്കൂ, നിങ്ങളുടെ ഒരു കാല് നീട്ടി വെച്ച് വലത് കാലിനെ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ വളരെ സാവധാനം കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് വളരെ സാവധാനം ഇങ്ങനെ കുഞ്ഞിനെ തലോടുന്ന പോലെ നിങ്ങളൊന്ന് പയ്യെ മെല്ലെ ഒന്ന് ആട്ടിക്കൊടുക്കൂ. അതുപോലെ മറുവശവും ചെയ്യാം. വളരെ സാവധാനം ഒരു കുഞ്ഞിനെ തലോടുന്ന പോലെ നിങ്ങൾ കാലിനെ പയ്യെ ആട്ടിക്കൊടുക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഈ 4 രീതികൾ പ്രാക്ടീസ് ചെയ്യുക. പദ്മാസനയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ മാർഗങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പദ്മാസനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നന്ദി.